ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹമാവുകയും വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുക്കുവാനുള്ള കൃപ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായം 8 തിരുവചനം. കർത്താവിൻ്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു. അവൻ അത് വാങ്ങി വായിച്ചു. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനങ്ങൾ മക്കളുടെ കാലത്ത് നിയമഗ്രന്ഥങ്ങൾ ദേവാലയത്തിലാണ് ഉള്ളത്. അത് പ്രധാന പുരോഹിതൻ കണ്ടെത്തിയതിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ അത് വാങ്ങി വായിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിലും ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന നിയമഗ്രന്ഥമുണ്ട്, വിശുദ്ധ ബൈബിളുണ്ട്. അത് നിങ്ങളെടുത്ത് വാങ്ങി വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നു മുതൽ നമ്മുടെ ഭവനത്തിൽ പൊടി പിടിച്ചു കിടക്കുന്ന, ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന നിയമഗ്രന്ഥം, ദൈവമക്കൾക്കായി ദൈവം നൽകിയിരിക്കുന്ന നിയമഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ, ഇരു കൈകളിലും എടുത്ത് അതൊന്ന് വായിക്കുവാൻ, ആ ദൈവവചനം ഒന്ന് ശ്രവിക്കുവാൻ നിങ്ങൾ സമയം കൊടുക്കുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം, ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതം ഇന്നു മുതൽ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുവാനും അവരുടെ ജീവിതത്തിലെ എല്ലാ അനിഷ്ട സംഭവങ്ങളും മാറി അവരുടെ ജീവിതം അത്ഭുതമായി മാറുന്നതിനും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.